റിഫ്ലക്സ് ടെക് വെല്ലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ സുഹൃത്തുക്കളും ചോദിച്ചിരുന്നത് നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ പറ്റുമെന്ന്. അതിനെ പറ്റിയൊരു ആംപ്ലിഫയറാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും എല്ലാ ആംപ്ലിഫയറിന് ഇത്ര വില കൂടുതൽ വരണമെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്കറ്റിൽ ഒരു 5.1 ആംപ്ലിഫയർ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4,500 രൂപ മുതൽ ചിലപ്പോൾ ഒരു 8 രൂപ 9 രൂപ അല്ലെങ്കിൽ 6,000 രൂപ 7,000 രൂപ എന്ന് പറഞ്ഞാൽ പല വിലക്കുണ്ട്. അതിനകത്തുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വിലയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ അതിനകത്ത് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സറൗണ്ട് ബോർഡ്, അതായത് പ്രൊലോജിക് ബോർഡ് ഉപയോഗിക്കാറില്ല. പിന്നെ സ്പീക്കർ പ്രൊട്ടക്ഷൻ, ചെറിയൊരു ട്രാൻസ്ഫോമർ, ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി വാട്ട് കൂട്ടി ചെയ്യും. അതുപോലെ തന്നെ അതിനകത്ത് സറൗണ്ട് ബോർഡ് ഉപയോഗിക്കാറുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാറുണ്ട്. ഇത് 1 വർഷം വാറണ്ടിയോട് കൂടിയാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫോമർ ഇത്തിരി വലുതായിരിക്കും. വലുത് മാത്രമല്ല, ആംബിയർ കൂട്ടി ചെയ്യും, വോൾട്ടേജ് കറക്റ്റ് ചെയ്ത് ചെയ്യും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടി ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ആംപ്ലിഫയറിന് ഇത്തിരി വില കൂടുതൽ വരുന്നത്. മാർക്കറ്റിൽ കിട്ടുന്നതിന് വില കുറവിൻ്റെ കാര്യം അത് ബൾക്കായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കസ്റ്റമർക്ക് വേണ്ട എത്ര വാട്ടിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ആംപ്ലിഫയർ ചെയ്യുന്നത്. ഈ ആംപ്ലിഫയർ നമുക്ക് കൂടുതൽ ഉപയോഗം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സോണി, അതിന് പാനാസോണിക് ഇങ്ങനെ ഇറക്കുന്ന ചെറിയ ഹോം തിയേറ്ററുകളുണ്ട്. ചെറുതെന്നല്ല, അത്യാവശ്യം വിലയുള്ള ഒരു ഹോം തിയേറ്ററുകൾ DVD പ്ലെയറിൻ്റെ ഒപ്പം വരുന്നിരുന്നു. ഇപ്പോൾ ബ്ലൂറേ പ്ലെയറും കൂടി വരുന്നത്. അതിൻ്റെ മെയിൻ ഹെഡ് യൂണിറ്റ് കംപ്ലൈൻറ്റ് ആകുമ്പോൾ നമുക്കത് നന്നാക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആംപ്ലിഫയർ അതിനനുസരിച്ച് കൊടുക്കാം. അതിന് സ്പീക്കർ 3 ohms 4 ohms ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആംപ്ലിഫയർ അതിന് കറക്റ്റ് മാച്ചാണ്. സബ്വൂഫർ നമുക്കത് കമ്പനി സബ്വൂഫർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, സോണിയുടെ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനികളുടെ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കിയിട്ട് ഒരു 12 ഇഞ്ച് സബ്വൂഫർ കൊടുത്താലും കുറച്ചുകൂടി ഹെവി ആയിട്ട് പഞ്ച് കേൾക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 5.1 ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിൻ്റെ ആണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് IRF 240 940 2 പെയറാണ്. നമുക്ക് ഒരു പെയർ 100 വാട്ടാണ്. അതുകൊണ്ട് നമുക്ക് സബിന് മാത്രമേ 200 വാട്ട് ലഭിക്കും. ബ്രിഡ്ജ് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ചാനലിന് വേണ്ടിയിട്ട് TDA 2030 ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓരോ ചാനലിൽ ഇപ്പോൾ ചെറിയ 3 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ സ്പീക്കർ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാൻ സാധിക്കും. ചില കമൻറ്റുകൾ ഞാൻ കേട്ടിരുന്നു, കാരണം ഇതിനകത്ത് ആംബിയർ പറയാറില്ലെന്ന്. ചില സമയത്തൊക്കെ ആംബിയർ പറയാൻ മറന്നു പോകുന്നതാണ് ട്രാൻസ്ഫോമറിൻ്റെ അല്ലെങ്കിൽ ടൊറോയിഡലിൻ്റെ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ 27 5 ആംബിയർ ആണ് നമ്മൾ സബ്വൂഫറിന് ഉപയോഗിച്ചിരിക്കുന്നത്, AC വോൾട്ട്. അതുപോലെ തന്നെ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 12 5 ആംബിയറും പിന്നെ 12 ആംബിയറിലുണ്ട്. അത് സറൗണ്ട് ബോർഡ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ എന്നിവയ്ക്ക് വേണ്ടിയാണ്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് സറൗണ്ട് ബോർഡ്, പ്രൊലോജിക് ബോർഡാണ്. അത് യൂണിവേഴ്സലിൻ്റെ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മിക്കവാറും യൂണിവേഴ്സലിൻ്റെ തന്നെയാണ് എടുക്കാറുള്ളത്. കാരണം വെച്ചാൽ നല്ല ക്വാളിറ്റിയാണ് അതിൻ്റെ ഔട്ട്പുട്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. 5.1ന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പവർ ട്രിക്കിൻ്റെ ആണ്. പവർ സപ്ലൈ ബോർഡ് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് തന്നെയാണ്. അതിനകത്താണ് പവർ സപ്ലൈ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിന്റെ ഇന്റീരിയറും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓഡിയോ ക്വാളിറ്റിക്കുള്ള എല്ലാ വീഡിയോയിലും പറയാനുള്ള പോലെ തന്നെ യൂട്യൂബ് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് യൂട്യൂബ് തരുന്ന ഓഡിയോസാണ് ഇടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ ഉൾവശം വരുന്നത്. ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് യൂണിവേഴ്സലിന്റെ 5.1 പ്രൊലോജിക് ബോർഡാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള ബോർഡാണ് ഇത് 5.1ന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ബോർഡിന് വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 5.1 ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. ഇതിനകത്ത് നമ്മൾ 5 ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് 2030 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ മോസ്ഫെറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4 മോസ്ഫെറ്റ് ആണ്, 2 പെയറാണ് നമ്മൾ ഇതിനകത്ത് ബ്രിഡ്ജായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റ് IRF 240 940 ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സബ് ഊഫറിന് വേണ്ടിയുള്ള ആംപ്ലിഫയർ. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ട് വന്നിരിക്കുന്നത് 5.1 ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ പവർ ട്രിക്കിൻ്റെ ആണ് നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ പവർ സപ്ലൈ, നമ്മൾ തന്നെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പവർ സപ്ലൈ ബോർഡാണ്. ഇതിനകത്ത് 2-3 രീതിയിൽ നമ്മൾ പവർ സപ്ലൈ എടുക്കാം. ഇതിലെടുത്തിരിക്കുന്നത് 27027 എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ സബ് ഊഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 35 DC വോൾട്ടാണ്. അതുപോലെ തന്നെ 12 വോൾട്ട് 2030ക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാനിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ, അതുകൂടാതെ തന്നെ നമ്മുടെ സറൗണ്ട് ബോർഡിലേക്കുള്ള 12 വോൾട്ട്. ഇത്രയൊക്കെയാണ് ഈ പവർ സപ്ലൈ ബോർഡിൽ നിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വന്നിരിക്കുന്നത്.
ഇതിൻ്റെ ആംബിയർ പറയാറില്ല എന്ന് പല കമൻറ്റുകളും പറഞ്ഞു. ചില സമയത്തൊക്കെ ഇത് മറന്നു പോകേണ്ടതാണ്, മനഃപൂർവ്വം പറയാത്തതല്ല. ഈ വീഡിയോയിൽ തന്നെ കാണിക്കുമ്പോൾ ടൊറോയിഡലിൻ്റെ സൈഡിൽ നമുക്ക് സ്റ്റിക്കറുമ്പോൾ കാണാം എത്ര ആംബിയർ എന്നുള്ളത്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാലും കാണാവുന്നതാണ്. ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 27027 5 ആംബിയർ ആണ്. നമ്മൾ ഇതിനകത്ത് AC വോൾട്ട് എടുത്തിരിക്കുന്നത്. അത് സബ് വൂഫറിന് വേണ്ടി ആംബിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 12012 ഒരു 5 ആംബിയർ എടുത്തിട്ട് 2030 നമ്മൾ 5 ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 1 ആംബിയറും 2 ആംബിയറൊക്കെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ച് 1 ആംബിയർ ഫാനിനും ഈ LED ബൾബിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ബോർഡിന് വേണ്ടിയിട്ടും ഒരു 1 ആംബിയർ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. സ്പീക്കർ പ്രൊട്ടക്ഷൻ ഇതൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ആംബിയറും 1 ആംബിയറൊക്കെ ആയിട്ട് ഈ ടൊറോയിഡിൽ വേറെ സെപ്പറേറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഭാഗത്ത് സ്പീക്കർ ഔട്ടുകളാണ്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റ്, സെൻറ്റർ സബ് വൂഫർ, ഇതൊക്കെ സ്പീക്കർ ഔട്ടുകളാണ്. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാനായിട്ട് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. ഇത് നമ്മൾ ഫുൾ അക്രിലിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 2 ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാറ്റ് ഫിനിഷ്, ഈ ഭാഗം വരുന്നത് ഗ്ലോസിയാണ് വരുന്നത്. ഇത് രണ്ടും ബ്ലാക്ക് തന്നെയാണ്. ഇതിൽ മാറ്റായിട്ടും ഗ്ലോസി ആയിട്ടാണെന്ന് മാത്രം ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് എൻകോഡറാണ്. ഇത് നമുക്ക് മാസ്റ്റർ ഓളി ആയിട്ടും കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഓരോ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രണ്ട് ഓളിയം, റിയർ ഓളിയം, സബ് വൂഫർ ഓളിയം, സെൻറ്റർ ഓളിയം ഇങ്ങനെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് ലോങ് പ്രസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻപുട്ടുകളെല്ലാം സെലക്ട് ചെയ്യാം. അതായത് ഓക്സ് 1, 2, 3, അതുപോലെ തന്നെ 5.1, പിന്നെ USB പാനലിൻ്റെ ഇതെല്ലാം ലോങ് പ്രസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വന്നിരിക്കുന്നതാണ് USB പാനൽ. ഇതെല്ലാം കൂട്ടുകാരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് ഈ ഡിസ്പ്ലേ ഹൈഡ് ചെയ്യാനായിട്ട്. ഇത് ഹൈഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ഇത് ഏത് മോഡിലൊക്കെ കിടക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അത് ഹൈഡ് ചെയ്യാത്തത്. പിന്നെ ഇത് നമ്മുടെ സ്ഥിരം ഉപയോഗിക്കാറുള്ള എൽക്കോണിൻ്റെ പവർ ഓൺ സ്വിച്ചാണ്. ഇത് സബ് വൂഫറിൻ്റെ ഓളിയം. ഇത് മെയിനായിട്ട് വെച്ചിരിക്കുന്നത് രണ്ടും ഒരേപോലെ വരുമ്പോൾ കാഴ്ചയിൽ കുറച്ച് ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് 2 സൈഡിലും വെച്ചത്. ഇത് വർക്കിംഗ് ആണ്. ഇത് നമുക്ക് സബിൻ്റെ ഓളിയം പെട്ടെന്ന് കുറയ്ക്കാനും കൂട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ മുൻവശം വരുന്നത്. അടുത്തായിട്ട് റിമോട്ടാണ്. റിമോട്ടിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെ തന്നെയാണ്. 5.1 ഇൻപുട്ട്, ഇത് USB, ഓക്സ് ഇതൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി, ബ്ലൂടൂത്ത് ഒക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മോഡാണ്. പിന്നെ USB നമുക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓക്സിലർ 1, 2, 3, പിന്നെ ഇതിൻ്റെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. ഇത് USB പാട്ട് നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണ്. USB പാനലിൻ്റെ ഓളിയം പ്ലസ് മൈനസ് ആണിത്. ഇത് വരുന്നത് ഫ്രണ്ട് ഓളിയം പ്ലസ് മൈനസ്, റിയർ ഓളിയം പ്ലസ് മൈനസ്, സെൻറ്റർ പ്ലസ് മൈനസ്, സബ് വൂഫർ, അതുപോലെ തന്നെ മാസ്റ്റർ ഓളിയം. പിന്നെ വരുന്നതിൻ്റെ ബേസ് ട്രിബിളാണ്. പിന്നെ നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണുകളാണ്. ഇത്രയൊക്കെയാണ് റിമോട്ടിൽ വരുന്നത്. പിന്നെ നിങ്ങൾ മെയിനായിട്ട് ഇത് വെക്കാൻ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വെച്ച് ഇത് എപ്പോഴെങ്കിലും മറന്നുപോയാൽ നമ്മളിത് ഡിഫോൾട്ടായിട്ട് സെറ്റിങ്സ് വന്നാലും നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാസ്റ്റർ ഓളിയം കൊണ്ടുവന്നാൽ നമ്മൾ ആദ്യം ഒരു 20 ആദ്യം വെക്കുക. അതിന് ശേഷം നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ഓളിയം കാണാം, അതൊരു 30 വെക്കുക. അതിന് ശേഷം റിയർ കാണാം, റിയർ ഒരു 35 വെക്കുക. റൂമിൻ്റെ നീളം അനുസരിച്ച് കൂട്ടോ കുറവേ നമുക്ക് വെക്കുക. പിന്നെ വരുന്നതാണ് സെൻറ്ററും ഫ്രണ്ട് നമുക്കൊരു 30 വെച്ച് വെക്കുക. റിയർ അതായത് സറൗണ്ട് വരുന്നത് ഒരു 35 വെക്കുക. പിന്നെ വരുന്നത് സബ് വൂഫറിൻ്റെ ഓളിയാണ്. സബ് വൂഫറിൻ്റെ ഓളി നമുക്ക് ഇഷ്ടമുള്ള പോലെ 35, 34 എത്ര വേണമെങ്കിലും വെക്കാം. നമുക്കിതിൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ ബേസാണ്. ബേസ് ഒരു 12, 13 വെക്കുക. അത് സ്പീക്കറിനനുസരിച്ചിട്ട് വെക്കുക. പിന്നെ ട്രിബിളാണ്. ട്രിബിൾ വരുന്നത് 14 മാക്സിമം, അത് മാക്സിമം വെക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് സെറ്റിങ്സ് മെയിനായിട്ട് നോക്കേണ്ടത്. അതിനുശേഷം 20 എന്നുള്ള നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മാസ്റ്റർ ഓളിയം കുറയ്ക്കുക ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകുവശം വരുന്നത്. ഈ ഭാഗത്ത് വന്ന് നമ്മുടെ AC കോഡാണ്. ഈ AC കോഡ് നോക്കിയാൽ അറിയാം നമ്മളിത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതാണ്. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നതല്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 3 പിൻ പ്ലഗ്, 2 പിൻ പ്ലഗ് എന്ന് പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കേണ്ടതാണ്. നല്ലൊരു ഗേജോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടുന്ന ടൈപ്പല്ല, നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കുന്നതാണ്. പിന്നെ വരുന്നതാണ് ഫ്യൂസ് നമ്മൾ എൽക്കോണാണ് സ്ഥിരം ഉപയോഗിക്കാറ്. ഇത്തിരി കൂടിയ ഫ്യൂസാണ് നമ്മളിതിനകത്ത് ഫ്യൂസ് കാരിയറും ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഫ്രണ്ട് ചാനലിൻ്റെ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് സറൗണ്ട്, അതായത് റിയർ, ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ ഔട്ട്, സെൻട്രൽ ചാനലിൻ്റെ സ്പീക്കർ ഔട്ട്, സബ് വൂഫർ ഔട്ട്. ഇത്രയൊക്കെയാണ് സ്പീക്കർ ഔട്ടുകൾ വന്നിരിക്കുന്നത്. പിന്നെ ഒരു എക്സോസ്റ്റ് ഫാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇൻപുട്ടുകളാണ്. ഇത് ഓക്സിലർ 1, 2, 3 അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് 5.1 ഇൻപുട്ടാണ്, DVD ഇൻപുട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മളെല്ലാ സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് നമ്മൾ അവാർഡിൻ്റെ 4 ഇഞ്ച് സ്പീക്കർ വിത്ത് ട്യൂട്ടർ ആയിട്ടുള്ളതാണ് ഉപയോഗിച്ചിരുന്നത്. സെൻറ്റർ സ്പീക്കർ ഇതാണ്, 2 4 ഇഞ്ചും വിത്ത് ട്യൂട്ടറാണ്. പിന്നെ ഇതിനകത്ത് ഫ്രണ്ട് റൈറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ്. സറൗണ്ട് സ്പീക്കർ ഇത് തന്നെ സെയിം ഉപയോഗിച്ചിരിക്കുന്നു. സബ് വൂഫർ ഉപയോഗിച്ചിരിക്കുന്നത് സോണിയുടെ സബ് വൂഫറാണ്, 12 ഇഞ്ച്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം.
ഇപ്പോൾ നിങ്ങൾ ഇതിന്റെ ഇന്റീരിയലും കണ്ടിരിക്കും, അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റിയും കേട്ടിരിക്കും. ഇതിന്റെ ഓഡിയോ ക്വാളിറ്റിക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ ഈ ക്യാമറ എന്നുള്ള ഒരു മൈക്കിന് ഒരു പരിധിയുണ്ട്. നമ്മൾ നേരിട്ട് കേൾക്കണതിന്റെ പകുതി പോലും ഈ ക്യാമറ കൂടി നമുക്ക് ലഭിക്കില്ല. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ എത്ര വോൾട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചതിന് എത്ര വാട്ട്, ഇതിന്റെ വിവരങ്ങൾ ഇതെല്ലാം ഞാൻ താഴെ എഴുതാറുണ്ട്. ആരും നോക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിന്റെ കുറച്ച് അപ്ഡേഷൻ വന്നതിന് ശേഷം ആദ്യമാണെന്നുണ്ടെങ്കിൽ ഷോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം. ഇപ്പോൾ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ വന്നതിന് ശേഷം താഴെ നിങ്ങൾക്ക് കാണാം മോർന്ന് കാണാം. ആ മോറിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ കാണാം. അതായത് ഇതിനകത്ത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതെല്ലാം നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അത് പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കോൾ വിളിച്ചാൽ മതി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.